നമസ്കാരം. എ ടു സെല്ലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഭവന വായ്പയും അത് സംബന്ധമായ നിയമങ്ങളുമാണ്. ഈ വിഷയം നമ്മോട് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് RS മിനിയാണ്. മാഡത്തിന് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. മാം നമസ്കാരം. നമസ്കാരം. മാം, ഈ നമ്മളിപ്പോൾ ഭവന വായ്പ എടുത്തതും അല്ലെങ്കിൽ ഭവന വായ്പയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡിസ്പ്യൂട്ടും പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ അടുത്തിടെ തന്നെ ജപ്തി നേരിടുന്ന ഒരുപാട് കുടുംബങ്ങളുടെ കഥകളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടുവരികയാണ്. അപ്പോൾ ഒരു ഹോം ലോൺ എടുക്കുന്ന ഒരു വ്യക്തി അവരാദ്യം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഹോം ലോൺ എടുക്കുമ്പോൾ, അതായത് ഇപ്പം നമ്മളെ ഓരോരുത്തരുടെയും വളരെ ഒരു സ്വപ്നമാണ് വീട് വെക്കുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഭവന വായ്പ എടുക്കുന്നതിന് ഹാജരാക്കേണ്ടത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ആദ്യം. അതിൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ലേറ്റസ്റ്റ് ടാക്സ് റെസിപ്റ്റ്, കരമടച്ച രസീത് നമ്മൾ ഹാജരാക്കണം. അതായത് ഇപ്പം നമ്മൾ 2025-26 സാമ്പത്തിക വർഷത്തിലെ കരമടച്ച രസീത്, അത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക. അത് നമ്മൾ കൊടുക്കുക. മെജോറിറ്റി ഹോം ലോൺസും പ്ലഡ്ജിങ് ആയിരിക്കുമല്ലോ, തീർച്ചയായും മോർഗേജ്. അപ്പോൾ അതിനും കരം തീർത്ത രസീത് തന്നെയാണോ ഡോക്യുമെന്റ് ബാങ്കിൽ നമ്മൾ പ്ലഡ്ജ് ചെയ്യണം? ബാക്കിയെല്ലാം വേണം, ആധാരങ്ങൾ. ഞാൻ അതിലോട്ടാണ് വരുന്നത്. ആദ്യം കരമടച്ച രസീത് എടുക്കുക. ദെൻ നമ്മൾ പിന്നെ ആധാരങ്ങൾ, നമ്മളെ പേർക്കുള്ള ആധാരങ്ങളും അതിനെ ചൊല്ലിയുള്ള മുന്നാധാരങ്ങളും എല്ലാം നമുക്ക് ഒറിജിനൽ ബാങ്കിൽ ഹാജരാക്കണം. 2, കൈവശാവകാശം. നമ്മളെ കൈവശം ഇത്ര സെൻറ്റ് വസ്തു ഉണ്ട് എന്ന് കാണിക്കുന്ന രേഖ, അതും വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക. 3, തണ്ടപ്പേർ അക്കൗണ്ട്. നമുക്ക് എല്ലാവർക്കും കരമടയ്ക്കുമ്പോൾ നമുക്കൊരു തണ്ടപ്പേര് വെച്ചിട്ടാണ് നമ്മൾ കരമടയ്ക്കുക. കരമടയ്ക്കുമ്പോൾ ആ ഒരു തണ്ടപ്പേർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു വില്ലേജിൽ നിന്ന് കിട്ടും, അത് നമ്മൾ ഹാജരാക്കുക. അത് കഴിഞ്ഞിട്ട് പൊസഷൻ കം നോൺ അറ്റാച്ച്മെൻറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കാൻ പറയാറുണ്ട്. ചില കേസിൽ അങ്ങനെ എടുക്കാൻ പറയാറില്ല. അതെടുക്കാൻ പറയുന്നതിൻ്റെ കാര്യം, പൊസഷൻ കം നോൺ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചില കേരളത്തിൽ റവന്യൂ റിക്കവറി വന്ന് കിടക്കും. അത് റവന്യൂ റിക്കവറി വന്ന് കിടക്കുന്നത് അത് വില്ലേജിലായിരിക്കും വരിക. ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ നമുക്കതിലറിയാൻ പറ്റില്ല. ചിലപ്പോൾ ചില പേഴ്സണൽ ലോണൊക്കെ ചിലർ കരമടച്ച രസീത് മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് ലോൺ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബാങ്ക് ഇത് വില്ലേജിലോട്ടാണ് വിടുക. റവന്യൂ റിക്കവറി എപ്പോഴും കളക്ടർക്കാരൻ ചുമതല വരുന്നത് അതായത് കൺസേൺഡ് വില്ലേജ് ഓഫീസിലേക്ക് വിടും. ആ വില്ലേജ് ഓഫീസിൻ്റെ റെക്കോർഡിൽ ഇത് വന്ന് കിടക്കും, ഈ ബാധ്യതയായിട്ട് കിടക്കും. അതിനാണ് നമ്മൾ പൊസഷൻ നോൺ അറ്റാച്ച്മെൻറ്റ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 30 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ്. 30 വർഷം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിനെ സംബന്ധിച്ച് 30 വർഷം നമുക്ക് ബാധ്യത സർട്ടിഫിക്കറ്റ് നിർബന്ധമായി എടുക്കണം. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 1/1/1995 മുതൽ ഇപ്പോൾ വരെ ഉള്ള ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കണം. അപ്പം ഷെഡ്യൂൾഡ് ബാങ്കിലും അതേപോലെ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇപ്പോൾ സിബിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോഴും ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം? തീർച്ചയായും സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. ബാധ്യത സർട്ടിഫിക്കറ്റ് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ബാധ്യത സർട്ടിഫിക്കറ്റിലാണ് കൂടുതൽ നമ്മൾ എന്തിനാണ് അത് എടുക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും ബാധ്യത ഈ വസ്തുവിനെ സംബന്ധിച്ച് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. ചിലപ്പോൾ ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴായിരിക്കും അതിൽ കോടതി അറ്റാച്ച്മെന്റ് കിടക്കാം. ഈ വസ്തുവിനെ സംബന്ധിച്ച് നേരത്തെ എന്തെങ്കിലും കേസോ വഴക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ജപ്തി നടപടിനെ തുടർന്ന് ചിലപ്പം പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ടാകാം. അത് നമ്മൾ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴാണ് അറിയുന്നത്. അല്ലെങ്കിൽ അത് ജപ്തി വിടർത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ബാധ്യത സർട്ടിഫിക്കറ്റിൽ കൂടെയാണ്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചിലർ കോഓപ്പറേറ്റീവ് ബാങ്കിൽ പണയം വെക്കുന്ന, അതിലോട്ട് വരുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം ഏതൊക്കെ പ്രശ്നങ്ങളിലാണ് ഒരാളുടെ വസ്തു അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ എനിക്കൊരു ബാധ്യതയുണ്ട്, ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ഞാനും വൈഫും കൂടെ ചേർന്നിട്ടാണ് വസ്തു ഉള്ളെങ്കിൽ ആ വസ്തുവും അറ്റാച്ച് ചെയ്യാൻ തീർച്ചയായും. ഇപ്പോൾ താങ്കളും വൈഫും കൂടെ തമ്മിലൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞ പുറത്തുനിന്നൊരു പ്രശ്നം ഉണ്ടെങ്കിലും വരാം. പ്രശ്നമുണ്ട്. ഇപ്പം ആർക്കെങ്കിലും പൈസ വാങ്ങി ചിലർ ചെക്ക് കൊടുത്തേക്കും, അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് കൊടുത്തേക്കും, അല്ലെങ്കിൽ തമ്മിലൊരു എഗ്രിമെൻ്റ് എന്തെങ്കിലും കാണും. അപ്പോൾ അവരുടെ എന്തെങ്കിലും പൈസ കൊടുക്കുന്നത് രേഖ വെച്ചിട്ടായിരിക്കും. നമ്മളെ വസ്തുവിൻ്റെ എന്തെങ്കിലും രേഖയോ സർവേ നമ്പർ കിട്ടിക്കഴിഞ്ഞാലും നമുക്കൊരു മൂന്നാമതൊരാൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ വസ്തു അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മുമ്പ് ചിലപ്പോൾ അറിയണമെന്ന് പോലും ഇല്ലല്ലേ, നിങ്ങൾ അറിയത്ത പോലും ഇല്ല. ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് താങ്കൾ ലോണിന് പോകുമ്പോഴായിരിക്കും, ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴായിരിക്കും ഈ വസ്തുവിൽ മേൽ ഇങ്ങനെ ഒരു ബാധ്യത ഉണ്ട് എന്ന് അറിയുന്നത്. അങ്ങനെ ഒരുപാട് കേസുകൾ വരാറുണ്ട്. കക്ഷി ചിലപ്പോൾ അറിയാറില്ല. അപ്പൊ ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ ഈ വസ്തുവിനെ സംബന്ധിച്ചുള്ള ബാധ്യതകൾ മനസ്സിലാക്കുന്നത്. പിന്നെ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു പ്രശ്നം വരുന്നത്, ഈ കുടുംബങ്ങൾ
പഴയ കുടുംബങ്ങൾ തമ്മിൽ ആരെങ്കിലും ഒരാൾ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് അറ്റാച്ച്മെന്റ് ആയിട്ട് കിടക്കും. അതും ഈ അതും ഇങ്ങനെ വർഷങ്ങളായിട്ട് അറ്റാച്ച്മെന്റ് എടുക്കും. അത് കിടക്കാറുണ്ട്. ചിലത് പിന്നെ ഈ വസ്തു കൈമറിഞ്ഞ് വേറെ ആരുടെയെങ്കിലും കയ്യിലായിരിക്കും. ഇയാൾ ഇപ്പം പിന്നെ സമീപകാലത്ത് ബാങ്കിനെ സമീപിച്ച് ലോണിന് സമീപിക്കുമ്പോഴായിരിക്കും അറിയുന്നത് ബാധ്യത സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഒരു ജപ്തി കിടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് പിന്നെ പഴയ ഓണറുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ഇതെന്താണ്, ഈ അറ്റാച്ച്മെന്റ് എങ്ങനെ വന്നു, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ജപ്തി. ചിലർ അറ്റാച്ച്മെന്റ് വിടർത്തിയിട്ടുണ്ടാവും, ജപ്തി വിടർത്തിയിട്ടുണ്ടാവും, പക്ഷെ അത് ബാധ്യത സർട്ടിഫിക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യില്ല. അങ്ങനെയും വരാം. ആ സാഹചര്യം എന്ന് പറയുന്നത് കോടതിയിലാണല്ലോ കേസ് കിടക്കുക. കോടതിയിലെ കേസ് ഓൾറെഡി തീർന്നിട്ടുണ്ടാവും. പക്ഷേ അതുപോലെ വേറൊരു വരാൻ സാധ്യതയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു ലോണുണ്ട്, അപ്പോൾ ഞാൻ ഓൾറെഡി കരം തീർത്ത് രസീത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ലോൺ എടുത്ത് ഞാൻ ഈ ലോൺ അടച്ചു പോകുന്ന സമയത്ത് ഈ കളക്ഷൻ ഏജൻറ്റുകൾ വന്ന് ഈ പൈസ കളക്ട് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കൊരു റെസിപ്റ്റ് തന്നിട്ടുണ്ടാവും, നമ്മൾ ലോൺ അടച്ചു എന്നുള്ള ധാരണയിൽ നമ്മളിരിക്കും. ഇത് ഈ പറഞ്ഞ പോലെ 8-10 വർഷം കഴിയുമ്പോൾ ഞാനൊരു ലോണിന് ഇതുപോലെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴായിരിക്കും അറിയുന്നത് ആ എക്സിക്യൂട്ടീവ് ഈ പൈസ അടച്ചിട്ടില്ല, അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണെന്ന്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നമ്മൾ എങ്ങനെ അറിയും? അത് ബാങ്കിൽ അന്വേഷിക്കണം. ഞാൻ കൊടുത്ത പൈസ അടച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് ഒരു ലോൺ പാസ്ബുക്ക് വേണമല്ലോ, ആ പാസ്ബുക്കിൽ എൻ്റർ ചെയ്ത് വാങ്ങിക്കേണ്ടത് ഉത്തരവാദിത്വം കക്ഷികളുടേതാണ്. നമ്മൾ തന്നെ പോയി ഡയറക്റ്റ് നമുക്ക് അത് അഷർ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. എന്തായാലും കൂടെ ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് അടയുന്നുണ്ടോ, ഇനി എത്ര രൂപ പിന്നെ കുടിശ്ശികയുണ്ട്, ഇനി എത്ര രൂപ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് അതത് കക്ഷിയുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ എക്സിക്യൂട്ടീവിൻ്റെ അടയ്ക്കും കൊടുത്തു അവരടച്ചില്ലെന്ന് പറയുന്നത് അതൊരു റീസൺ അല്ല. സ്ഥിരം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് അറ്റാച്ച്മെന്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സഹകരണ മേഖലയിലുള്ള ബാങ്കിന്റെ എപ്പോഴും ലോൺ എടുക്കുമ്പോൾ എപ്പോഴും ബോണ്ട് രജിസ്റ്റർ ചെയ്യണം. അതായത് നമ്മുടെ വസ്തു അവിടുത്തെ കോപ്പറേറ്റീവ് ഇപ്പോൾ സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി അവരുടെ പേരിലേക്ക് എഴുതി കൊടുക്കും. അതാകുമ്പോൾ ബാധ്യത സർട്ടിഫിക്കറ്റ് വരും. അത് പിന്നെ ചിലരിങ്ങനെ ഒരു സഹകരണ ബാങ്കിൽ പൈസ അടയ്ക്കും, പക്ഷെ ലോൺ അടച്ച് തീർത്താലും ഇവർ ക്ലിയർ ചെയ്യില്ല. തിരിച്ച് മടങ്ങി എഴുതണം, കക്ഷികൾക്ക് തിരിച്ച് മടങ്ങി എഴുതണം. അങ്ങനെ ഒരു പ്രൊസീജിയർ പലർക്ക് സാധാരണക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പരമമായ സത്യം. ഇവിടെ വന്ന് നമ്മൾ നോക്കുമ്പോഴായിരിക്കും ഇങ്ങനെ പെൻഡിങ് കിടക്കും. നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടാലി ആവില്ല. കാരണം ഇപ്പോൾ 2 ലക്ഷം രൂപ ലോൺ എടുത്തത് ചിലപ്പോൾ വീണ്ടും ഒരു 2 ലക്ഷം എടുക്കും. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ 1 ലക്ഷം മാത്രമേ ഒഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നോക്കുന്ന ചില സാഹചര്യങ്ങളിൽ അവർ പിന്നെ സഹകരണ ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് അവരെ കൊണ്ട് സബ് ഡിസ്ട്രിക്ട് ഓഫീസിലേക്ക്, ഏത് സബ് ഡിസ്ട്രിക്ട് ഓഫീസിലാണോ പതിഞ്ഞത് അവിടെ പോയി അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ടും പ്രോപ്പറായിട്ടും ഇത് ഒഴിഞ്ഞ പ്രോപ്പർട്ടി വസ്തുവിൽ ബാധ്യത ഒഴിഞ്ഞതായി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിൻ്റെ പ്രാധാന്യം. അത് ഞാൻ പറഞ്ഞ പോലെ ഷെഡ്യൂൾഡ് ബാങ്കിൽ ചിലപ്പം ഡിപ്പെൻഡ്സ് അപ്പോൺ എമൗണ്ട്. ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. ഇപ്പം നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ട്, ഷെഡ്യൂൾ ബാങ്ക് ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, NBFC ഉണ്ട്. അപ്പം നമ്മൾ ഈ പല സ്ഥലങ്ങളിലും ലോൺ എടുക്കുന്നത് പല നിയമങ്ങളാണോ, നിയമങ്ങളെല്ലാം ഒന്നാണോ? അതെ, അല്ല, നിയമങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഓരോ ബാങ്കിനും വ്യത്യസ്തമാണ്. നാഷണലൈസ്ഡ് ബാങ്കിന് എല്ലാം ഒരേപോലെയാണ്. നാഷണലൈസ്ഡ് ബാങ്കിനെല്ലാം ഞാൻ പറഞ്ഞ പോലെ 30 വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് നിർബന്ധമായി എടുത്തിരിക്കണം. നമ്മൾ ബാക്കിൽ ഡോക്യുമെൻ്റ് ഇപ്പോൾ ഈ 2025 പോലെ ബാക്കിലോട്ട് പോയാൽ ഇപ്പോഴത്തെ നമ്മുടെ ആധാരം, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഇപ്പോഴത്തെ ആധാരം വാങ്ങിയത് 2025-ലാണ്, ഞാൻ വസ്തു വാങ്ങിയത് 2025-ലാണ്. അപ്പോൾ 25-ന്റെ പിറകിലോട്ട് 13 വർഷം, അതായത് 2012 വരെയുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ വെരിഫൈ ചെയ്യണം, മസ്റ്റായിട്ട് വെരിഫൈ ചെയ്യണം. അപ്പോൾ ചോദിക്കാം അതിൻ്റെ ബാക്കിലോട്ട് ഡോക്യുമെന്റ്. ഇപ്പം ഞാനൊരു 10 സെന്റ് ഉള്ള ആളുടെ നിന്നായിരിക്കും ഞാനൊരു 5 സെന്റ് വാങ്ങിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് മുന്നാധാരം കിട്ടില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? നമുക്ക് ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യണം. അവർ കാണുമല്ലോ ഒറിജിനൽ ഡോക്യുമെന്റ് മുൻ ഓണറുടെ കയ്യിൽ. അവരെ റിക്വസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അവർ കൊണ്ടുവന്ന് കാണിക്കും, അവർ നമ്മൾ വെരിഫൈ ചെയ്യും, അപ്പോഴേ തിരിച്ചു കൊടുക്കും. നമ്മളത് കാണണം എന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഷെഡ്യൂൾഡ് ബാങ്കിനെ സംബന്ധിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട്. ചിലപ്പോൾ ബിലോ 60 lakhs ആണെങ്കിൽ 13 വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് മാത്രം മതി. അതുപോലെ തന്നെ ഇപ്പം മാം പറഞ്ഞല്ലോ, ഇപ്പം ഇതൊക്കെ ഈ നമ്മൾ ഇത്രയും ഇപ്പോൾ ഡോക്യുമെൻ്റ് നമ്മൾ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ അതിലെന്തൊക്കെ നിയമങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കൊടുക്കലാണ് എന്നുള്ളതെന്ന് സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വായിച്ചാൽ പോലും മനസ്സിലാവണമെന്നില്ല. ഇതാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. ഇപ്പം നാഷണലൈസ്ഡ് ബാങ്കിനെ സംബന്ധിച്ചോളം മാം പറഞ്ഞത് അത് സേഫാണ്, കുഴപ്പമില്ല, ഇതിന് നിയമങ്ങൾ പക്കയാണ്. പക്ഷേ പ്രൈവറ്റ് ബാങ്കിലോട്ട് വരുമ്പോൾ അവർക്ക് ടാർഗറ്റും പ്രഷറും ഉണ്ടാകും എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവരത് എന്തെങ്കിലും വഴിയിൽ ചെയ്യും. ചെയ്ത് എനിക്ക് ലോൺ കിട്ടിയാൽ നാളെ എനിക്കതൊരു പ്രശ്നമായിട്ട് വരില്ലേ? തീർച്ചയായും വരും.
ഇപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന താങ്കൾ പറഞ്ഞതുപോലെ വളരെ ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്. കാരണം ഇപ്പം ബാങ്കുകൾ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഈ ജപ്തി കിടക്കുന്ന കേസിൽ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ മുന്നിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കുറച്ച് ജപ്തി അധികം ഉണ്ടായിരുന്നു, അതിൽ പിന്നെയും ജപ്തി വിടർത്താനുണ്ടായിരുന്നു. പക്ഷേ അതിപ്പം ഒരു സ്വകാര്യ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ലോൺ കൊടുത്തിട്ടുണ്ട്, ജപ്തി കിടക്കവേ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ താങ്കൾ പറഞ്ഞ പോലെ അതിൻ്റെ കോൺസിക്വൻസ് പിന്നീട് ആ കക്ഷി തന്നെ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇപ്പൊ ബാങ്ക് അവർ കോമ്പറ്റീഷനാണ്, അവർക്ക് ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടി അവരുടെ പ്രഷർ കാരണം ഇങ്ങനെ ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് ലോൺ കൊടുക്കാം. പിന്നീട് എപ്പോഴായാലും ഈ ബാധ്യത, വസ്തുവിന്മേലുള്ള ബാധ്യത തന്നെയല്ലേ. അറ്റാച്ച്മെന്റ് ജപ്തി കിടന്നാൽ കോടതിയുടെ ഓർഡർ ധിക്കരിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ലല്ലോ. അപ്പൊ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും വന്ന് വസ്തു തിരിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിന്റെ പൈസ പോയോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ. ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്തു, നമ്മൾ അടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ ഈ കഴിയാത്തൊരവസ്ഥ വരുന്ന സമയത്ത് ഈ ജപ്തി നടപടിയിലോട്ട് പോകുമല്ലോ. അപ്പം അത് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സാധാരണക്കാരെ ഇറക്കി വിടുക, അങ്ങനെ ഒരു അവസ്ഥ വരിക. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന സംഭവം. അപ്പോൾ ഏതൊക്കെ അവസ്ഥകളിലാണ് ബാങ്ക് ജപ്തി നടപടിയിലോട്ട് പോകുന്നത്? അവരൊരു ലോൺ എടുത്ത കക്ഷികൾ ക്രോണിക് ഡിഫോൾട്ടറാണ് ആയി മാറും. അടയ്ക്കുന്നില്ല. ബിക്കോസ് ഇത് അറിയാമല്ലോ, ബാങ്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം റെഗുലറായിട്ട് അടയ്ക്കാതിരുന്നാൽ അത് നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് മാറും, NPA അക്കൗണ്ടിലോട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ അത് കഴിയുമ്പം ബാങ്ക് സ്വാഭാവികമായിട്ടും പലതവണ കക്ഷികളെ വിവരം അറിയിക്കും. നിങ്ങൾ ഈ ലോൺ ഇത്ര രൂപ കുടിശ്ശികയുണ്ട്, അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് പലതവണ അവർക്ക് മെസ്സേജ് ചെയ്യും, വിളിച്ച് പറയും. ഏതൊക്കെ രീതിയിൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. പക്ഷെ അവർ പ്രതികരിക്കില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ബാങ്ക് പിന്നെ ഡിമാൻഡ് നോട്ടീസ് അയക്കും. ഡിമാൻഡ് നോട്ടീസ് അയക്കുമ്പോൾ ആ 60 ദിവസത്തിനുള്ളിൽ അവർ റിപ്ലൈ കൊടുക്കണമെന്നാണ്. പക്ഷേ അതും എന്ത് ചെയ്യില്ല, കക്ഷികൾ ഒന്നും ചെയ്യില്ല. അതും അല്ലെങ്കിൽ ബാങ്കിൽ വന്ന് റിപ്ലൈ കൊടുത്താൽ മതി. റിപ്ലൈ കൊടുത്താൽ എനിക്ക് ഇങ്ങനെ സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ അവർ ബാങ്കുകാർ ഒരിക്കലും അത്ര നിർബന്ധ ബുദ്ധിയോടെ നിൽക്കില്ല. ഇതൊക്കെ അങ്ങ് ലാസ്റ്റ് സ്റ്റേജിലാകുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോസസ്സിലോട്ട് ബാങ്ക് പോകുന്നത്. കാരണം നമ്മളെപ്പോഴും ലോൺ എടുത്തു കഴിഞ്ഞാൽ ബാധ്യസ്ഥരാണ് ഈ ലോൺ തുക തിരിച്ചടയ്ക്കാൻ, അല്ലേ? ബാധ്യസ്ഥരാണ്. അപ്പം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അസുഖമോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡെത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേനും ബാങ്ക് അതിനനുസരിച്ച് ഉള്ള മാനസിക പരിഗണന കൊടുക്കാറുണ്ട്, അതിനുള്ള സമയം കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞാണ് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ജപ്തിയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരുപാട് നടപടിക്രമങ്ങൾ ബാങ്കിന് പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം സിംബോളിക് പൊസഷൻ എടുക്കും ആദ്യം. അതുകൊണ്ടാണല്ലോ നമുക്ക് സർഫേസി എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ബാങ്കിന് നേരിട്ട് പൊസഷൻ എടുക്കാനുള്ള റൈറ്റാണ് ആക്ട് പ്രകാരം ഉള്ളത്. നമുക്ക് പിന്നെ കോടതി വഴി പോവാം. കോടതി വഴി നമ്മൾ സർഫേസി ആക്ട് പ്രകാരം കോടതിയിൽ കേസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്ത് കോടതിയുടെ ഓർഡർ വാങ്ങി കോടതി കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യും. കമ്മീഷൻ അഡ്വക്കേറ്റും പോലീസിൻ്റെ സഹായത്തിൽ പോയി പൊസിഷൻ എടുക്കാറുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പോലും ബാങ്ക് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആൾ മരിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ കൊച്ചു കുട്ടികളുണ്ടാവും. അങ്ങനെ ഇറക്കി വിടുന്ന ചില സാഹചര്യങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ മാനുഷിക പരിഗണനയുടെ പേരിൽ ബാങ്ക് പിന്നെ പിന്മാറിയ കേസുകളുണ്ട്. അപ്പോഴും അവർ അടയ്ക്കില്ല. അപ്പോഴും റിക്വസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ പൊളിറ്റിക്സ് ഇടപെടും, രാഷ്ട്രീയക്കാർ ഇടപെടും, നാട്ടുകാർ ഇടപെടും. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞതനുസരിച്ച് ബാങ്ക് തിരിച്ചു വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വന്നാലും ഇത് അടയ്ക്കില്ല. പിന്നെ ഈ പറയുന്ന കക്ഷികൾ പിന്നെ അവർക്ക് പിന്നെ DRT ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ന് പറയും, DRT പോയി സ്റ്റേ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, ഹൈക്കോടതി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ കോടതി പറയുന്നത് എന്താണ്, നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ കുടിശ്ശിക വന്ന തുക അല്ലെങ്കിൽ നിങ്ങൾ അടയ്ക്കാനുള്ള തുക ഇത്ര ഇൻസ്റ്റാൾമെൻ്റായിട്ട് നിങ്ങൾ അടച്ചു തീർക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഇൻസ്റ്റാൾമെൻറ്റിൽ അടയ്ക്കുന്നില്ല. അങ്ങനെ എത്രയോ കേസുകൾ എൻ്റെ മുന്നിലുണ്ട്. ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഇൻഷുറൻസ് ചെയ്യുന്നു. എന്നാൽ ചില കക്ഷികൾ ചെയ്യാറില്ല. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ പ്രാധാന്യം അവിടെ വളരെ വലുതാണ്. അത് മാത്രമല്ല, ഇപ്പം ഈ കമ്മ്യൂണിക്കേഷൻ വേറൊരു കാര്യം എൻ്റെ ഇടയിൽ ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു ആളിന് ഇപ്പം ജപ്തി നടപടിയിലോട്ട് എത്തുന്നൊരവസ്ഥയിൽ അവർ പറയുകയാണ് ഞാൻ വിറ്റിട്ട് ബാങ്കിൻ്റെ ബാധ്യത തീർക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരം ബാങ്ക് ഒരുക്കി കൊടുക്കാറുണ്ട്? തീർച്ചയായും ബാങ്ക് ഒരുക്കി കൊടുക്കാറുണ്ട്. അവർക്ക് വിൽക്കാനുള്ള, അതായത് ഇവരുടെ പ്രോപ്പർട്ടി ഇപ്പോൾ വിൽക്കാനുള്ള സാഹചര്യങ്ങൾ അത് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാങ്കിന് കാശ് കിട്ടില്ലേ? പക്ഷേ അതിന്റെ ഡോക്യുമെന്റ് എല്ലാം ബാങ്കിൽ പ്ലെഡ്ജ് ആണ്. അപ്പോൾ വരുന്ന പർച്ചേസ് അത് ഇപ്പം സപ്പോസ് ഇപ്പോൾ ബാങ്ക് പൊസഷൻ എടുത്ത കേസാണെങ്കിൽ ബാങ്ക് തന്നെ എന്ത് ചെയ്യാണ്ട് മുൻകൈ എടുത്ത് അവർക്കൊരു ഇതുണ്ടല്ലോ, ലേല നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ച് അവർ ഇതെടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇവർ തന്നെ ആളിനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ച് സെയിൽ ചെയ്യുന്ന സംഗതികളുണ്ട്. അങ്ങനെയുണ്ട്. തീർച്ചയായും ബാങ്ക് എല്ലാ രീതിയിലും ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്.
അതുമാത്രമല്ല ഇപ്പം ഈ എമൗണ്ടിൻ്റെ കേസ് പലിശയൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര ഭാരിച്ച ഒന്നാമത് തന്നെ നമ്മൾ ഹോം ലോൺ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 20 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന 10 ലക്ഷം രൂപയാണെങ്കിൽ 20 ലക്ഷം രൂപയോളാവും. ഇരട്ടിയാണ് അടവ് വരുന്നത്. ഒരാളുടെ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനം ഹോം ലോൺ അടയ്ക്കാൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപി ഇടപെട്ട കേസ് തന്നെ പറയുകയാണെങ്കിൽ അവരുടെ അടുത്ത് 4 ലക്ഷം രൂപയാണ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് അവർ അടയ്ക്കാൻ ഈ 4 ലക്ഷം രൂപ അടയ്ക്കാൻ വരുന്ന സമയത്താണ് പറയുന്നത് ഇല്ല 1 ലക്ഷം രൂപ കൊണ്ട് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ നോട്ടീസ് പതിക്കുന്ന എമൗണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഇതൊക്കെ ഡിഫറൻസ് വരും. നോട്ടീസ് പതിക്കുന്ന അവർ ചിലപ്പോൾ നോട്ടീസ് പതിക്കുന്നവരുള്ള എമൗണ്ട് ആയിരിക്കും 4 ലക്ഷം രൂപ പറഞ്ഞത്. പിന്നെ അവർ അടയ്ക്കാൻ വന്ന ഡേറ്റ് വരെ ഉള്ള ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ആയിരിക്കും. പിന്നെ അവർ കൂട്ടി പിന്നെ സർവീസ് ചാർജ് അത് കുറേ അതുണ്ടാവുമല്ലോ എല്ലാം കൂടി ചേർത്തായിരിക്കും 1 ലക്ഷം രൂപ ചേർത്ത് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന ഈ എമൗണ്ട് ഒക്കെ വേവ് ഓഫ് ചെയ്യാനുള്ളൊരു മാർഗം ബാങ്കിന് റൈറ്റ് ഉണ്ടായിരിക്കും. അതിന്റെ ആധികാരികത എനിക്ക് ബാങ്ക് അവരല്ലേ ഡിസിഷൻ എടുക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി ഞാൻ അധികം ചെയ്ത് കൊടുക്കാറുണ്ട്. പലിശ അതായത് പീനൽ ഇൻട്രസ്റ്റ് അത് ഒരുപാട് ബാങ്ക് ഒരുപാട് കുറച്ച് തന്നെ കൊടുക്കുന്നത്. പല കേസിലും ബാങ്ക് ഒരുപാട് കുറച്ച് കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ പിന്നെ നമ്മുടെ ഒരു അദാലത്തിൽ വന്ന കേസിൽ എഡ്യൂക്കേഷൻ ലോൺ എടുത്തതാണ്. അപ്പോൾ അത് 4,50,000 എഡ്യൂക്കേഷൻ ലോണിന് അറ്റാച്ച്മെന്റ് വരുമല്ലേ? തീർച്ചയായും എഡ്യൂക്കേഷൻ ലോണിൽ പ്രോപ്പർട്ടി പ്ലഡ് ചെയ്യാറുണ്ട് ചില കേസുകളിൽ. അതിലും അറ്റാച്ച്മെന്റ് വന്ന കേസിൽ നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കാൻ നോക്കുകയാണ്. എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്രൈറ്റീരിയ പറയുന്നുണ്ട് ഇത്ര വർഷത്തിനുള്ളിൽ ജോലി കിട്ടുക അല്ലെങ്കിൽ ഇത്ര വർഷത്തിനോട് അടച്ചു തീർക്കുക എന്ന്. അടവ് തുടങ്ങുന്നത് ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടാണ്. അതായത് ഇവർ പഠിത്തം കഴിഞ്ഞ് 1 വർഷത്തിനകം അല്ലെങ്കിൽ ഓരോ ഇത് പറയുന്നുണ്ട്, ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. അതിനകം ജോലി കിട്ടുക അല്ലെങ്കിൽ അതിനകം അടച്ചു തീർക്കുക എന്ന് പറയുന്നത്. അടച്ചു തുടങ്ങണം. പക്ഷേ ഈ സമയത്ത് ജോലി കിട്ടിയാലും അടയ്ക്കില്ല. അല്ല, അതിനകത്ത് കാര്യമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കേസ് എന്ന് പറയുന്നത് പെൺകുട്ടികളായിരിക്കും. പെൺകുട്ടികളെ ഈ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് അച്ഛനും അമ്മയും പഠിപ്പിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു പ്രതീക്ഷ ഈ കുഞ്ഞിന് ലോൺ അല്ലെങ്കിൽ മകൾക്ക് ജോലി കിട്ടി അവർ തന്നെ അടച്ചോളൂ എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇവർ കല്യാണം കഴിയുന്നതോടുകൂടി ഇവർ ഇതിലൊന്നും താല്പര്യം കാണിക്കാതെ അങ്ങ് പോവുകയാണ്. പിന്നെ ഈ കൂലിപ്പണിക്കാരായ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും പിന്നെ ഈ ബാധ്യത മുഴുവൻ ഇവരുടെ തലയിലോട്ട് വരുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് കൂടുതലും അത് ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ അത് എല്ലാം തന്നെ അടച്ചു തീർക്കണ്ടേ? എപ്പോഴായാലും അടച്ചു തീർക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അവരെ വസ്തു ചിലപ്പോൾ പണയത്തിൽ ഇരിക്കുമായിരിക്കും. അത് വെച്ചിട്ട് ബാങ്ക് അത് എടുക്കുന്നതിന് മുന്നെയാണ് ഇത്രയും കാര്യങ്ങൾ അവരോട് ഡിമാൻഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ പൈസ അടയ്ക്കും. ഞാൻ പറഞ്ഞ കേസിൽ 4 ലക്ഷം എടുത്ത് 45,000 രൂപയ്ക്കാണ് സെറ്റിൽ ചെയ്തത്. അത് ഓർക്കണം. അപ്പോൾ എത്രമാത്രം ബാങ്ക് പിന്നെ ഇത് ചെയ്തു എന്നുള്ളതും കൂടി. കാരണം എത്രമാത്രം അത് ബാങ്കിൻ്റെ ഭാഗത്ത് ഒരുപാട് നഷ്ടം വന്നാണ് ബാങ്ക് അത് എങ്ങനെയെങ്കിലും ഇത് സെറ്റിൽ ചെയ്തു മാറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടി ഇടപെട്ടൊരു കേസാണ്. അതിൽ വെറും 45,000-ലാണ് ബാങ്ക് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ചെയ്തിട്ടുണ്ട് ബാങ്ക്. കാരണം അങ്ങനെ എത്രയോ കേസിൽ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എപ്പോഴും നമ്മളിങ്ങനെ കക്ഷികൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പം ബാങ്കിനെ അല്ലേ കുറ്റപ്പെടുത്തുന്നത്? അല്ലേ? ബാങ്കിനെ ഒരുപാട് കുറ്റപ്പെടുത്തിയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അതിന്റെ ഒരു സാങ്കേതിക വശത്തിലോട്ട് ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇത് ചോദിച്ചോട്ടെ. ഇപ്പം ഈ അടയ്ക്കാതെ വരുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ, അടയ്ക്കുന്നില്ല, ഞാൻ ഇന്ന് മുതൽ അടയ്ക്കുന്നില്ല, ഇതുവരെ ഞാൻ അടച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ 20 വർഷമാണ് എൻ്റെ ലോണെങ്കിൽ ഞാൻ 10 വർഷം അടച്ചു. 10 വർഷം അടച്ച് ഞാൻ നിർത്തി, പിന്നെ എനിക്ക് അടയ്ക്കാൻ കഴിയുന്നില്ല. എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ ബാങ്ക് ഈ ലീഗൽ ഫോർമാലിറ്റീസിലോട്ട് പോകും? 3 മാസം തൊട്ട് പോകും. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മൾ റെഗുലറായിട്ട് അടച്ചാലും ഇപ്പൊ 10 വർഷം അടച്ചു എന്ന് പറയുന്നു. ഞാൻ ഈ 10 വർഷം അടച്ചു, ഇനിയിപ്പോൾ തൊട്ട് ഇറഗുലറാണ്. എന്നാലും 3 മാസം വരെ ബാങ്ക് നോക്കും. 3 മാസം കഴിയുമ്പോഴാണ് ലീഗലി ആക്ഷൻ തുടങ്ങുന്നത്. അല്ല, അപ്പൊ തൊട്ട് എനിക്കൊരു വാണിങ്ങോ നോട്ടീസോ അങ്ങനെ തീർച്ചയായും തരും. വാണിംഗ് തരും. അത് എത്ര പീരീഡ് കിട്ടും, എത്ര സമയം കിട്ടും? അതില് നമ്മൾ ചിലപ്പം പിന്നെ 15 ദിവസം സമയം പറയും. നോട്ടീസ് ബാങ്ക് ഇങ്ങനെ നിങ്ങൾ ഇൻഫർമേഷൻ ചെയ്ത് മെസ്സേജ് ആവാം, ഫോൺ ചെയ്ത് പറയാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കാം, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ബാധ്യസ്ഥരാണ്, റിപ്ലൈ കൊടുക്കണം. അത് ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്ത് ബാങ്കിലെ മാനേജറുടെ അടുത്ത് സംസാരിച്ച് എത്ര കാലാവധിക്കുള്ളിൽ ഞാൻ അടയ്ക്കാം, ഞാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചു തീർത്തോളാം എന്ന് നമ്മൾ റിപ്ലൈ കൊടുക്കണം. റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പിന്നെ വലിയ വലിയ പ്രൊസീഡിങ്സിലോട്ട് പോകുന്നത്. പിന്നെ നമ്മളടുത്ത് വരുമ്പോൾ അഡ്വക്കേറ്റ് നോട്ടീസ് അയക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കേസിലോട്ട് പോകും. പ്രോപ്പർട്ടി ഉള്ള കേസിൽ കോടതി കേസ് ഫയൽ ചെയ്യും. അതുപോലെ ഈ കോവിഡ് സമയത്ത് മൊറട്ടോറിയം ഉണ്ടായിരുന്ന സമയമുണ്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പം ഈ മൊറട്ടോറിയം അത് തമ്മിൽ ഒരുപാട് പേര് ഇതുപോലെ പ്രശ്നങ്ങൾ വന്നു. അവർ തിരിച്ച് വീണ്ടും ആ ഒരു പീരീഡിൽ തന്നെ അതിനകത്ത് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അടയ്ക്കാത്ത പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് എങ്ങനെയാണ്? മൊറട്ടോറിയം പിന്നെ ഏർപ്പെടുത്തിയ സമയത്ത് ഇത്ര മാസം, അതായത് നമ്മളിപ്പോൾ കോവിഡ് സമയത്ത് ഇത്ര മാസം, ഇപ്പോൾ ഒരു 6 മാസം, സപ്പോസ് എക്സാമ്പിൾ 6 മാസം ഇപ്പോൾ അടയ്ക്കണ്ട, നിങ്ങൾ 6 മാസം അടയ്ക്കണ്ടെന്ന് വെച്ചു.
ഈ 6 മാസം അടയ്ക്കാത്തത് പിന്നീട് നമ്മൾ അടയ്ക്കുമ്പോൾ ഇതും കൂടെ ചേർത്താണ് പിന്നെ അടയ്ക്കുന്നത്. ബാങ്ക് ഒരിക്കലും ഇത്ര രൂപ നമുക്ക് ഇളവ് ചെയ്ത് തന്നിട്ടില്ല. അല്ല, ഇളവ് ചെയ്യുന്നതല്ല, പക്ഷേ നമ്മൾ ഈ കാലാവധി നീട്ടാണ് ഇതിന്റെ ബർഡൻ നമുക്കിൽ തന്നെയല്ലേ വരുന്നത്. അതില്ല, പക്ഷേ നമ്മൾ പിന്നെ അടയ്ക്കുമ്പോൾ ഇതിന്റെ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇൻട്രസ്റ്റ് വരുന്നില്ല, കാരണം അത് കറക്റ്റ് അടയ്ക്കുന്നെങ്കിൽ ഇൻട്രസ്റ്റ് വരില്ല. അത് മുടങ്ങുമ്പോഴാണ് വീണ്ടും അവർക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. പല കാര്യങ്ങളും വരും, തീർച്ചയായും വരും, പലിശ വരും. ഓ, പിന്നെ അതുപോലെ ഈ NBFC-ന്നും ഈ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പം ഇപ്പം അവർക്ക് കുറച്ച് ഇപ്പം ഒരാൾ വരികയാണ്, ഇപ്പം നാഷണലൈസ്ഡ് ബാങ്ക് ചെയ്യുന്ന പോലെയോ മറ്റേ ഷെഡ്യൂൾ ബാങ്ക് ചെയ്യുന്ന പോലെയോ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ വഴി ആയിരിക്കില്ല. ഇപ്പം എനിക്ക് 5 സെൻറ്റേ ഉള്ളൂ. ഈ 5 സെൻറ്റിന് തരാവുന്നതിൻ്റെ മാക്സിമം എമൗണ്ടൊക്കെ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ബന്ധം കൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റും എന്ന് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇത് എന്നിട്ട് ഫ്യൂച്ചറിൽ ഇവർക്ക് പ്രശ്നമായിട്ട് വരാറില്ലേ? അതാണല്ലോ ഒരു സ്ഥലത്ത് നമ്മൾ പല പത്രമാധ്യമങ്ങളിൽ കൂടെ അല്ലാതെയൊക്കെ നമ്മൾ അറിയുന്നില്ലേ, ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 സെന്റ് കിട്ടുന്നതിന് മാക്സിമം എമൗണ്ട് അതിൽ കൂടുതൽ എമൗണ്ട് വാങ്ങി എടുക്കുകയും പിന്നെ അത് കേസായി മറന്നതൊക്കെ നമ്മളെ ശ്രദ്ധയിൽ ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. പല കോപ്പറേറ്റീവ് ബാങ്കിൽ അങ്ങനെ അഴിമതി നടന്നു എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി ആയിട്ട് ചേർന്ന് അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സുമായിട്ട് ചേർന്ന് കിട്ടാവുന്നതിന്റെ മാക്സിമം എടുത്ത് എമൗണ്ട് എടുത്ത് അതിന്റെ ഇരട്ടി എടുത്ത് പിന്നെ കേസും വഴക്കുമായിട്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ ലീഗലി പോകുന്ന സമയത്ത് മറ്റേ സെയിം തന്നെയാണോ ഇതിലും വരുന്നത്? ഈ പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. അല്ല, അപ്പം ഈ ബാങ്ക് അറ്റാച്ച്മെന്റിലോട്ട് പോകുന്ന സമയത്ത് ഈ എമൗണ്ട് അല്ലേ അവർക്ക് ബാങ്കിന് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ? അത്രേ പറ്റും. ബാക്കി എങ്ങനെ ചെയ്യും? ബാക്കി അവർ എങ്ങനെയാണ് മോർഗേജ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് എനിക്ക് 5 സെൻറ്റേ ഉള്ളൂ. ഈ 5 സെൻറ്റിന് 10 ലക്ഷം രൂപയാണ് മാക്സിമം കിട്ടാവുന്ന വാല്യൂ. അപ്പോൾ എൻ്റെ ബന്ധം വെച്ചിട്ട് ഞാൻ അവിടെ പോയി അവരോട് സംസാരിച്ച് കമ്മീഷനൊക്കെ കൊടുത്തിട്ട് എനിക്ക് 20 ലക്ഷം രൂപ കിട്ടിയെന്ന് വയ്ക്കാം. ബാങ്ക് ഈ 5 ലക്ഷം രൂപയുടെ ഈ പ്രോപ്പർട്ടി വിറ്റാൽ ബാങ്കിന് 10 ലക്ഷം രൂപയല്ലേ കിട്ടുള്ളൂ. ബാക്കി എമൗണ്ട് ബാങ്ക് എങ്ങനെ റിക്കവർ ചെയ്യും? അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണല്ലോ കേസ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. നമുക്ക് അവസാനം ഒരു വാല്യൂഷൻ ഉണ്ടല്ലോ, പ്രോപ്പർട്ടിക്ക് ഒരു വാല്യൂഷൻ ഉണ്ട്. ആ വാല്യൂഷൻ എമൗണ്ട് അനുസരിച്ചല്ലേ നമുക്ക്. പിന്നെ മാത്രമല്ല, നമ്മൾ എത്രയാണോ എടുക്കുന്നത്, ലോൺ എമൗണ്ട് നമ്മൾ എത്രയാണോ എടുത്തത് അതിന് ക്ലെയിം ചെയ്യാം ബാങ്കിന്. അത് നമുക്ക് മേടിക്കാം. പക്ഷെ നമുക്ക് ഇത് വസ്തു വിറ്റ് കിട്ടുമ്പോൾ ഇത്രയും കിട്ടൂല. ആ നഷ്ടം നമ്മൾ ബാങ്ക് സഹിക്കേണ്ടി വരും. എന്നാലും അവർക്ക് കൂടുതൽ കോപ്പറേറ്റീവ് ബാങ്ക് ബേസ്ഡ് അങ്ങനെയാണ് വരുന്നത്. ബാക്കി റിപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് വരുമല്ലേ? ബാക്കി ബാലൻസ് അടയ്ക്കാനുള്ള പൈസ ഇവരുടെ ബാധ്യതയായിട്ട് തന്നെ കിടക്കും. ഇപ്പം നമ്മൾ ഒരു ബാങ്ക് ലോൺ എടുക്കാൻ പോവുകയാണ്. ഇപ്പം ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർക്ക് ഹോം ലോൺ എന്ന് പറയുന്നത് പ്രശ്നം വരില്ല. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചുള്ള അവരുടെ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ജീവിതകാലത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനം ഈ ലോൺ അടയ്ക്കേണ്ട ബാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഹോം ലോൺ എടുക്കാൻ പോകുമ്പോൾ? മീൻസ് ഇപ്പം ഡോക്യുമെൻ്റ് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ആധാരങ്ങളിൽ തിരിമറി കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് കള്ളത്തരം കാണിക്കുക, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പിന്നീട് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യം. ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് ഒരിക്കലും ഈ ഡോക്യുമെന്റിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒരിക്കലും പറയില്ല. പറയുന്ന ആൾക്കാരുണ്ടാവാം, മിക്കവാറും പറയാറില്ല. നമ്മൾ കിട്ടാനുള്ള ഒരു ആവശ്യത്തിൽ നമ്മുടെ മുന്നിൽ ഒരു ഡോക്യുമെന്റ്, ബാങ്കിന്റെ മുന്നിൽ ബാങ്കിന് ഭവന വായ്പയ്ക്ക് ഒരു ഡോക്യുമെന്റ് വരുമ്പോൾ അത് കൃത്യമായിട്ടും വായിച്ച് മനസ്സിലാക്കി അതിലെന്തെങ്കിലും തിരിമറികൾ ഉണ്ടോ എന്ന് അറിയുന്നത് ബാങ്കിന്റെ പാനൽ അഡ്വക്കേറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അഡ്വക്കേറ്റ് അതിനാണ് പാനൽ അഡ്വക്കേറ്റിനെ വെച്ചേക്കുന്നത്. അതിൽ ഒന്നാമത്തൊരു കാര്യം, അതിലൊരു പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെന്റ് വായിക്കാത്തതിന്റെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലോണ് ചിലത് ക്ലോസ് ചെയ്യാൻ പറ്റും, ഇത്ര പീരീഡിനുള്ളിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ ക്ലോസ് ചെയ്യാൻ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല, ഇത്ര വർഷം കഴിഞ്ഞ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള സംഭവങ്ങൾ അതിനകത്തുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് നേരത്തെ അറിയില്ലായിരിക്കും എടുക്കുന്ന സമയത്ത്. അല്ല, നമ്മളിപ്പം ലോൺ എടുക്കുന്ന ഒരു 15 നമുക്കൊരു ഇയർ ആണ്, നമ്മൾ ഏജ് ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ ഫിക്സ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമുക്കൊരു 15 ഇയർ കാണും, ചില 20 ഇയർ കാണും, ചിലപ്പോൾ 10 ഇയർ. അത് നമ്മൾ പറയുന്ന ഇത് വെച്ചിട്ട് അവർ വെക്കും. ആ ഒരു പീരീഡിനുള്ളിൽ നമ്മൾ ലോൺ ക്ലോസ് ചെയ്യണം. അപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ ഇപ്പോൾ എനിക്ക് 5 വർഷം ആകുമ്പോൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ അത് ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിന് നഷ്ടമാണ്. അത്രയും വർഷത്തെ ഇത് വരുമ്പോഴത്തേന് നഷ്ടമാണ്. പക്ഷെ അത് ക്ലോസ് ചെയ്യാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ആധികാരികത എനിക്ക് അതിനെ അറിയില്ല. എമൗണ്ടിൽ എത്ര അടയ്ക്കണമെന്ന് എനിക്ക് എൻ്റെ ആധികാരികത പറഞ്ഞുതരാൻ അറിയില്ല. ബാങ്കിന് അത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയായിരിക്കും അതിൻ്റെ കണക്ക്, അതിൻ്റെ കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് റേറ്റ്. ഇങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് ലോൺ എടുത്തിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ ഇതായിട്ട് പറയാം. അപ്പോൾ നമ്മളെ മുന്നിൽ വരുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ ആദ്യം വളരെ കൃത്യമായിട്ടും അതിനകത്ത് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തു റിപ്പോർട്ട് ബാങ്കിന് കൊടുക്കുകയുള്ളൂ. അതനുസരിച്ചാണ് ബാങ്ക് ഭവന വായ്പ കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും നമുക്ക് ഒരുപാട് വിവരങ്ങൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി.